അമ്മി പറയാ ഹലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയില്ലേ. നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അതേ കുളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും അല്ലേ. ഇന്നലെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം നല്ല പോലെ മുഖത്തുണ്ട് ഇല്ലേ അമ്മി കുട്ടിയെ. അപ്പോൾ ഇന്ന് ഇതേ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ക്ലീനിങ് പരിപാടി ഉണ്ട്. അതിൻ്റെ ബഹളമാണ് പുറത്ത് കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്ര ദിവസം വീടടച്ചിട്ടതല്ലേ വെയിൽ. അപ്പോൾ അതുകൊണ്ട് കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവരെല്ലാവരും. അപ്പം ഞാൻ ആമി ഇങ്ങോട്ട് മാറി നിന്നു. എവിടെ ആമി ആമി മണ്ണെണ്ണ കൂടെ കാണിച്ചേട്ടമ്മ വാ സാധനം കാണിച്ചേരമ്മ. ചൂടില്ല ദേ ഇവിടെ സാധനം കണ്ടാ. കണ്ട രണ്ടാള് പോണണ്ടാ ബ്ലാക്ക് എന്തിട്ടാ അങ്ങനെ മണ്ണെണ്ണക്കുടി കണ്ടില്ലേ നമ്മള് അമ്മ വിളിച്ചപ്പോ. ഇതാണ് മണ്ണെണ്ണക്കുടി. പക്ഷെ പലരും പല പേരായിട്ട് പറയാ. വേറെ എന്താ പറയാ പുയു. ആമി പറയുള്ളൂ പുയു. പുഴു അല്ല ഞങ്ങൾ ഇവിടെ പറയാ മണ്ണെണ്ണക്കുടി എന്നാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയാ. വേറെ എന്തോ പേരിട്ടെന്ന് തോന്നണം. നീ കണ്ട സൂം ചെയ്ത് കാണിച്ചേ. ഇതാണ് മണ്ണെണ്ണക്കുടി. നമ്മുടെ ഹാപ്പീനും പപ്പീനും കാണിച്ചുതരാം. ഹാപ്പി ഇതാണ് ചേച്ചിയുടെ വീട്ടിലെ ഹാപ്പി. ചേച്ചി ഇങ്ങോട്ട് പോന്നപ്പോൾ ഹാപ്പീനും കൊണ്ടുവന്നു. പപ്പി മോളെ ഓലിൻ്റെ പൊന്നാ കണ്ടാ. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പപ്പി എന്തി പപ്പിയോ ഞങ്ങളെ പപ്പി എന്തി കാണാനില്ലല്ലോടി പപ്പീനെ. വാ എവിടെ കാണില്ല. എന്താ അവൻ ഇങ്ങനെ ഓളിടണോ? അല്ലാമി നമുക്ക് അകത്ത് പോയിട്ട് അച്ഛൻ എന്നിട്ട് ചെയ്യണം നോക്കാം. അച്ഛൻ എന്ത് ക്ലീനിങ് പരിപാടിയാണ് അവിടെ ചെയ്യണം നമുക്ക് നോക്കാം. അക്വേറിയം. ഇതാണ് സിജേട്ടൻ ക്ലീനിങ് പരിപാടി എന്ന് പറഞ്ഞു. എന്താ പരിപാടി? അക്വേറിയം ക്ലീൻ ചെയ്യാൻ. അക്വേറിയത്തിന്റെ കല്ലൊക്കെ ആകെ കറുത്തു. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മീൻ കുട്ടികളെല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. കൊച്ചു ടി വി ആമി ബാലവീർ മാമിക്ക് കൊച്ചു ടി വി മിസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ടും കൊച്ചു ടി വി. വേഗം പരിപാടി അമ്മ കുക്കിങ്ങിലാണ് കേട്ടോ. അമ്മ കുക്കിങ്ങിലാണ്, തിരക്കിലാണ്. നോക്കണോ? അയിലക്കൂട്ടാനാണ് കേട്ടോ. അയിലക്കൂട്ടാനാണ് കേട്ടോ. മീൻ വറക്കാനും വെച്ചിട്ടുണ്ട്, കൂട്ടാനും വെച്ചിട്ടുണ്ട്. ശരിക്കും അവനാണ് എല്ലാം ചെയ്യേണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണപ്പോ ചേട്ടമ്മ കയറി നിന്നതാണ്. കുട്ടിയാണ് എല്ലാം ചെയ്തിരുന്നത്. പറയിപ്പിച്ച്. അപ്പൊ ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തോളൂ. കൊറേ ടൈം എടുക്കും. വേഗട്ടെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണേ. കല്ലൊക്കെ വെളുത്തോന്നറിയണം. കല്ലൊക്കെ വെളുത്തോന്നറിയണം. ഞങ്ങള് അല്ലാണ്ട് അമ്മയല്ല. അമ്മ മെയിൻ ഹെൽപ്പർ ഞാൻ. പിന്നെ എന്റെ ചേച്ചി സഹായത്തിന്. അപ്പൊ വേഗാവട്ടെ പരിപാടി. സിജേട്ടാ അക്വേറിയം പുതിയതായാ? വെള്ളം ഫുള്ളായിട്ടില്ല കേട്ടാ. ചെടികള് നമ്മളെ മേടിക്കുമ്പോ കാണിച്ചത് മറ്റേ പൈപ്പ് പോണതാണ്. ഉള്ളിലേക്ക് വെള്ളം ഇട്ടിരിക്കുന്ന ട്യൂബ് ഈ ഫിൽറ്റർ അവിടെ നിന്ന് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഓൺ ആക്കിട്ട് കാണിച്ചു തരാം. അല്ല ഞാൻ ഫിൽറ്റർ ഓക്സിജൻ ഒക്കെ നല്ല അപ്പൊ നല്ല ഭംഗിയുണ്ട്. മീനുകള് ശ്വാസം മുട്ടുണ്ടോ മീന്? ഹലോ, അപ്പോൾ നമ്മൾ അക്വേറിയത്തിലെ കല്ലൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. രേവ അവിടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പുണ്ട്. രേവ ഇത്തിരി റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്കൊന്ന് പോകാം. ഞാൻ ഇപ്പോൾ മുകളിലാണ്, താഴത്തേക്കൊന്ന് പോകാം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ എന്താ പറയുക, ഒരു 50 days അച്ഛനമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ഒരു കൊല്ലമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ AC കംപ്ലൈൻ്റ് ആണ്. പിന്നെ എന്തായിരുന്നു, അതുപോലെ അക്വേറിയം ഇതുപോലെ ആകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ചുറ്റുപാടൊന്ന് കാട് പിടിച്ച് കിടക്കായിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടിപ്പാക്കി. പിന്നെ എന്തൊക്കെയോ വൈഫൈ വർക്ക് ചെയ്യില്ല. മെയിൻ സംഭവം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ ഭാഗത്ത് എൻ്റെ മൊബൈൽ ജിയോ ആണ് ഉള്ളത്. പക്ഷേ റേഞ്ച് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് അതിലും ഈ പറഞ്ഞ പോലെ മൊബൈൽ ഡാറ്റയിലൊന്നും ഓപ്പൺ ആവുന്നില്ല.
അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ വൈഫൈയുടെ ആളെ വിളിച്ചിട്ടുണ്ട്. ആളെപ്പോൾ വരും നമുക്കറിയില്ല, ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ആളെപ്പോൾ വരും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ താഴ്ച ചെയ്ത് തന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. രേവതയുടെ കുത്തിരിപ്പാണ്, കുത്തിരിപ്പാണ് ഫുഡ് കഴിക്കാൻ. നമ്മതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആമി ഭയങ്കര ബിസിയാണ്. അതെ, എന്ത് കളിയാ, എല്ലാ സാധന സാമഗ്രികളും പുറത്തിട്ടുണ്ട്. എന്ത് കളിയാണ് ആമിക്കുട്ടിയോട് ചോദിക്കേണ്ടി വരും. കൂട്ടാൻ വെച്ച് കളിക്കാൻ കൊറിയ സെറ്റായിട്ടാ. പക്ഷെ ഇതിന്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഭാഗത്തും കൂടി ഉണ്ട്, അത് വർക്ക് ചെയ്യണില്ല. നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എങ്ങോട്ട് പോകുന്നു ചേട്ടാ? നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് രേവയുടെ വീട്ടിലേക്ക്. അതായത് വീട്ടിലെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കാണിച്ചില്ലേ? കാണിച്ചു. അപ്പൊ ഇനി നമ്മള് വീട്ടിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു. അല്ല, നല്ല കുണ്ടുമുഴി കേട്ടോ, നല്ലോണം ക്യാമറ കുലുങ്ങുണ്ടാവും. അപ്പൊ വിചാരിക്കും നമ്മുടെ ആമിക്കുട്ടിനെ കൊണ്ടുവന്നില്ലേന്ന്. ആമിക്കുട്ടി എവിടെയാണ്? ആമിക്കുട്ടിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്നിട്ട് ഗിഫ്റ്റ്, അതിന്റെ പേരറിയോ പൂവിന്റെ ആമിക്ക്? ആ, മുസാണ്ട. ആ പൂവിന്റെ പേര് മുസാണ്ടാന്നാ. ആ ഡ്രസ്സിന് മേച്ചാണല്ലോ. ഈ മുസാണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ചെറുപ്പത്തെ പല സ്ഥലത്തും പല പേരായിരിക്കും പിന്നെ പറയില്ല. അപ്പൊ ഞങ്ങളിവിടെ തൃശ്ശൂര് ഈ സ്ഥലത്ത് മുസാണ്ടാന്ന് പറയും. അപ്പൊ ഈ ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കുത്തിയാലും ഇത് ഉണ്ടാവില്ല. കുത്തി കഴിഞ്ഞാലോ ഒരു ലോഡ് പോകും. പക്ഷെ ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പണിയാ. എന്നിട്ട് പലതരത്തിലും എന്തൊക്കെയാ പറയില്ലേ ചെടി, ഇതിന്റെ പേര് തിരുവാതിരക്ക് നട്ടു നോക്കും. പല സമയത്തും പല കേരളത്തിലും. അതെ, അവസാനം ഒരെണ്ണം പിടിച്ചു. കുറെ നാളുകളിൽ ശേഷം ഒരെണ്ണം പിടിച്ച് അങ്ങനെ കൂടി ഞങ്ങളുടെ പഴയ വീട്ടിലിട്ടാ. ഇപ്പൊ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നപ്പോ വട്ടം കുത്തിയത് പിടിച്ചു. കാര്യം അതിലേക്ക് പെട്ടെന്ന് തോന്നുന്നു വരെ പണ്ടത്തെ കാര്യം. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞു വന്ന ചേട്ടാ മുസാണ്ടയുടെ കാര്യമില്ല. അപ്പൊ അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കുട്ടി പൂവ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. അത് പറയാൻ ഞാൻ വന്നേ. അല്ലാമീ അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മള് അമ്മാമ്മയുടെ അച്ചാച്ചടുത്തി ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും. നാളെ ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോകും. അല്ല ചേട്ടാ? പറയണു. അപ്പൊ ചേച്ചീനെ ചേട്ടൻ കൊണ്ടാക്കാൻ പോകില്ലേ? കുളിമുണ്ടിട്ട ക്യാമറ ഞാൻ എന്നെ മാത്രം വിളിക്കട്ടെ. അതായത് ഇപ്പൊ ഞാൻ എന്താ വീട്ടിൽ പോണെന്ന് വെച്ച് കഴിഞ്ഞാ ചേച്ചീനെ കൊണ്ടുവന്നാക്കണം. ചേച്ചിയും ചിണ്ടു അവിടെ ഉണ്ടല്ലോ. ആ, അതാണ് മെയിൻ കാര്യം. അപ്പൊ അവിടുത്തെ ഹാപ്പി എന്നാണ് ആ പട്ടുകുട്ടിയുടെ പേര് കേട്ടാ. അപ്പൊ ഹാപ്പിനെയും കാറിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് ഹാപ്പി ഇവിടെ ഇരിക്കുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കാറിലിരിക്കാൻ. അതുകൊണ്ടാണ് ഞാനും ആമിയും വീട്ടിലേക്ക് പോയിട്ട് സിജേട്ടനൊക്കെ കൊണ്ടാക്കി വരുമ്പോ ഞങ്ങളെ പിക്ക് ചെയ്യും. അല്ലേ? കരാഞ്ചിറ സ്കൂൾ ഗ്രൗണ്ടാണ് എന്റെ വീട്. കാണാം, മതിൽ കഴിഞ്ഞിട്ട് നമുക്ക് കരാഞ്ചിറ ഗ്രൗണ്ട് കാണാം കേട്ടോ. നീ കണ്ടോ? നമ്മുടെ ആര് പഠിച്ച് യൂസഫ് അലിക്ക അപ്പൊ എന്റെ വീട്ടിലേക്ക് ഏകദേശം എത്ര നേരം എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ ആമി, നമ്മളങ്ങനെ അമ്മാമ്മയോടെ എത്തിയില്ലേ? അമ്മാമ്മയ്ക്കുള്ള മൂസാണ്ട് കൊടുത്തിട്ടുണ്ട്. വന്നപ്പം നമ്മുടെ ഗേറ്റിന്റെ അവിടെ വേറെ വണ്ടി എടുക്കാന്നുണ്ട്, ഞാൻ കട്ട് ചെയ്തു. അതുകൊണ്ട് പിന്നെ വന്നതൊന്നും കാണിക്കാൻ പറ്റില്ല, പൂ കൊടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അച്ഛൻ പൂവാണ് നമ്മളോട് ആക്കിയിട്ട് മറിച്ചോണ്ട് ബൈ പറയാം. ചൂലൊക്കെ എടുത്തടിച്ചു വരണ്ടല്ലോ അച്ഛാ. ഇവിടെ വന്നിട്ട് അടിച്ചു വരാണോന്ന്. അപ്പൊ പോയിട്ട് ഞങ്ങള് എടുക്കാൻ വരൂലേ? ഞങ്ങളെടുക്കാൻ വേണ്ട, ഞങ്ങൾ നാളെ വന്നാളാ. അപ്പൊ ബൈ. പൂവാണോ യാത്രയായി സൂര്യ പപ്പിയുടെ ഓണർ, പപ്പീന്ന് ഹാപ്പിയുടെ ഓണർ. പപ്പി പാവട്ടെ, എത്ര നാളെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. പപ്പി ഹാപ്പി പോണേന്റെ വിഷമണ്ട പപ്പിക്ക്? ഹാപ്പി പോണേന്റെ വിഷമണ്ട? പോയിട്ട് വരാട്ടാ. പപ്പി പറഞ്ഞ ഹാപ്പി പറഞ്ഞ പോവാന്ന്. പോവാ. ഹലോ ഹലോ. കാറിന്റെ പിന്നിൽ നടക്കണ രേവ ഇത് കാരണം കേട്ടോ അതിൽ വരാഞ്ഞത്. ഭയങ്കര ഇഷ്ടമാണ് ഹാപ്പിനെയും പപ്പീനെയൊക്കെ. അപ്പൊ ഞങ്ങളിത്
പഴുവിലെ കടയിലൂടെ എത്തിയിട്ട് ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് കേട്ടോ. പഴുവിലത്തെ ചിത്ര ടീ സ്റ്റാളും അതുപോലെ ഫാൻസി ആൻഡ് റെഡിമെയ്ഡ്സും. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ആഫ്റ്റർത്തെ 50 days തുറന്നപ്പോൾ എന്തൊക്കെയാ കണ്ടത്? വലിയ മാറാല ഉണ്ടോ? ആവശ്യമുള്ള സാധനം എടുത്തോട്ടെ. ഇവിടെ എന്താ അവസ്ഥ വെച്ചാ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനെ ഇതാ ഞങ്ങൾ ചേച്ചിയുടെ വീട് എത്തിയിട്ടാ. ചേച്ചിയുടെ വീട് ഞങ്ങൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ നടത്തറ മണ്ണുത്തി ഭാഗം. വെള്ളം കയറിയ വീട്. ഇതേടാ ഒരു സാധനം. ആ ഈ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. എവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു? നീ പറഞ്ഞ കാരണം ഒന്നും കൂടി കാണിച്ച. ഗുഡ് ഗേൾ. ഇവിടെ വന്നപ്പോൾ ചേച്ചി ബവിൻ്റെ എന്താ പറയുക ചോറൂണ എന്തായിരുന്നു അത്, അതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടാ. എന്നെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാണുന്നുണ്ടോ? ഇതായിരുന്നു ഞാൻ. ചേച്ചി അടിയനിതായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ആമി മണ്ണിൽ കളം വരയ്ക്കാണോ? എങ്ങടെ പോകുമ്പോ നമ്മളിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ട് തറവാട്ടിക്ക് ഒന്ന് പോണ. അവിടെ ആരുണ്ട്? മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ അടുത്ത് പോവാണ്. അപ്പൊ അമ്മാമിയോട് ടാറ്റ പറഞ്ഞേ. ടാറ്റ ബൈ ബൈ. ഞങ്ങൾ വരുമ്പോഴേക്കും പണിയൊക്കെ കഴിച്ചേക്കിട്ട് അമ്മാമി. വഴി അറിയോ മോക്ക്? എനിക്കറിയില്ല. നമുക്ക് പോയി നോക്കാട്ടാ. അങ്ങനെ തറവാട്ടിലൊക്കെ പോയി വന്നോട്ടാ. തറവാട്ടിൽ പോയിട്ട് അമ്മാമ്മൻ്റെ അടുത്ത് പോയി. പക്ഷെ അവിടെ കുറച്ച് വിരുന്നാരുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. അപ്പം എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഞാൻ അമ്മി ഇപ്പം എത്തിയുള്ളൂ. അമ്മയ്ക്കൊരു മിഠായി കിട്ടി. എവിടെ മിഠായി? മാളിമേമ്മൊരു മിഠായി കൊടുത്തു. ഇവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലൊരു പട്ടിക്കുട്ടി അല്ലേ, അത് കുറയ്ക്കുന്നത്. അപ്പം അമ്മ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവരാൻ വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ അട ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പം നമുക്ക് അട എന്തായി നോക്കിയിട്ട് വരാം. അല്ലാമി അട അമ്മാമി ഉണ്ടാക്കിയോ? അപ്പം അട ഉണ്ടാക്കിയോ? അട ഉണ്ടാക്കിയിട്ടാ. അടടാ ഇതാണ് അട. ചൂടുണ്ട്. ഇതാണ് അട. ഈ അട എന്താ പറയുക? പൊടുത്തലടയോ? നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടടാന്നാണ് കേട്ടോ അതിന് പറയും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കനും ഉണ്ട് ഇവിടെ. ആ അപ്പം അമ്മ അട ഉണ്ടാക്കട്ടെ. ചേട്ടൻ വന്നിട്ട് നമുക്ക് ചിക്കനും അടയും കൊടുക്കാം. അല്ലാമീ അമ്മാമിയിലൂടെ വന്നിട്ട് എന്തിട്ട് ഊതുനാമി. അമ്മാമി ഇവിടെ രാവിലെ 2 കശുവണ്ടി എവിടെ നിന്നോ പറക്കി കൊണ്ടുവന്നിട്ട് ചുടാണ്. ലാമി എങ്ങനെ കാഷ്നറ്റ് കിട്ടാന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാണ്. ചുട്ട് കഴിഞ്ഞാൽ മാമിയെ വല കാണിച്ചാലണ്ട. അമ്മാമ്മയുടെ 2 കശുവണ്ടി ഏറ്റവും ചുട്ടത് കാണട്ടെ. ഇതാണ് കാഷ്നട്ട്. ഇനി അത് പൊടിക്കും. ഇനി അത് പൊടിച്ചിട്ട് എങ്ങനെയാവുന്നുള്ളത് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. കേടാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഓക്കെ ഇതെവിടുന്ന പറക്കിയമ്മ? ഇവിടെ എടുത്താ അപ്പുറത്തെ വീട്ടിലെ പറമ്പാണെങ്കിൽ പറയണ്ട. അങ്ങനെ കിട്ടുന്നത് ജാതിരി ചൂട്ടിൽ. അപ്പൊ വേഗം കാഷ്നട്ട് പൊളിക്കൂ. കിട്ടിയാ? ചൂടുണ്ടാ? ചൂടുണ്ട്, ചെറുതായിട്ടുണ്ട്. കുഴപ്പമില്ല. തീണ്ടാ മീ. ഇനി ഇതിന്റെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് നമ്മൾ കഴിക്കുക. ചൂടുണ്ട്. നമ്മ തൊലി കളഞ്ഞിട്ട് തരേ. ചൂടുണ്ട്. നമ്മ തൊലി കളഞ്ഞിട്ട് തരാം. ആമി ചൂട് ചെറുതായിട്ടുണ്ട്. ചെറുതെടുത്തോ? ചെറുത് അപ്പൊ ചൂടാറിണ്ടോ? കഴിച്ചിരിക്കാം. നമ്മള് മേടിക്കുന്ന കാഷ്നട്ടിന്റെ ടേസ്റ്റ് ആയാ? രസണ്ടാ? ഉറങ്ങി വീണ ടേസ്റ്റ് കൊണ്ട്. അത് മതി. എന്ത് ജാമിയെ? ഇതെന്നിട്ട് സാധനം? ഓംലൈറ്റ്. നമ്മുടെ നാടൻ മുട്ട. നാട്ടിൽ വന്നിട്ട് നാടൻ മുട്ട ബുൾസി അടിച്ചു തന്നു. ആര്? അമ്മമ്മി. കൈ കൊണ്ടാണോ കഴിക്കുന്നത്? നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെയാണല്ലോ അവിടെ കഴിക്കാറ്. നാട്ടിൽ വന്നപ്പോ ഇവിടെ വന്ന് ഇവിടുത്തെ തരത്തിൽ കഴിക്കാൻ തിരിച്ചല്ലേ? എത്ര സ്പീഡ് എന്തിനാ? മത്സരമുണ്ടോ അവിടെ? ആ മത്സരമുണ്ട്. വേഗം ഓട്ടേട്ടാ. ആമി അച്ഛൻ വന്നാ? ചെരുപ്പ് കൂടെ ഉണ്ടല്ലോ. പിന്നെ എങ്ങോട്ടാ പോണ്? ബൈക്കുമ്പോ എങ്ങോട്ടാ പോണ്? ഐ ഡോണ്ട് നോ. പച്ചാച്ചി വന്നു കട പൂട്ടിട്ട്. അപ്പൊ ആമി ബൈക്കുമ്പോ ഒന്ന് കറങ്ങാൻ പോവാ അല്ലേ? അയ്യോ അയ്യോ
ബൈക്കുമ്പോൾ പോകാൻ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ചാച്ചി വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ബൈക്കുമ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാം. വരും, ബൈക്ക് എടുക്കാൻ പോയിരിക്കുക അപ്പുറത്തേക്ക്. സ്പൈഡർ ചെരുപ്പൊക്കെ ഇട്ടില്ലേ? പിടിച്ചിരുന്നല്ലോ കേട്ടാ. ഹെൽമെറ്റ് വേണോ? ഇവിടെ തറവാട് വരെ പോകാനല്ലേ അല്ലേ? പോയിട്ട് പോയോ? ബൈക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചേച്ചി വരുന്നുണ്ട്, കയറിക്കോളൂ. വളക്കട്ടെ ചേച്ചി? ആ കേറിക്കോ കേറിക്കോ. ഫ്രണ്ടില് ഇറക്കോട്ടെ. ബാക്കിൽ ഇരിക്കാനുള്ള പ്രാക്ടീസ് ആയിട്ടുണ്ടാവില്ല. ആ കുഞ്ഞക്കുട്ടിയല്ലാന്ന്. ബൈ ടാറ്റാ. ആമി ഒരു ബായ് പറഞ്ഞേ. ആ പിടിച്ചോ. ആ വണ്ടി എടുത്തപ്പോ സൗണ്ട് മാറി. പച്ചാച്ചൻ മോൾ എന്തായാലും തറവാട് വരെ പോയിട്ട് വരട്ടെ. ആ ടാറ്റയുണ്ട്. സിജേട്ടാ ആമി കറങ്ങാൻ പോയിരിക്കുക. ആമി അച്ചാച്ചി വന്നപ്പോ ബൈക്കുമ്പോ കറങ്ങാൻ പോയി, റൗണ്ട് അടിക്കാൻ പോയിരിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ അടയും ഇത് നമ്മുടെ ചിക്കനും സിജേട്ടനും എങ്ങനെയുണ്ട്? ഞാൻ ചേട്ടൻ 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കണത്. അമ്മ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം. ആമിക്കുട്ടി വന്നുണ്ടാ. ആമിക്കുട്ടിനെ കാണിച്ചിട്ടാ. ഇതിൻ്റെ ഇടയിലാണ് ചേട്ടൻ വന്നത്. ആമിക്കുട്ടി വന്നു എന്നാ തോന്നുന്നു. ബൈക്ക് വരുന്നൊരു ഒച്ച കേട്ടു ഞാൻ. ആമി എവിടെ അവള്? അച്ഛൻ വന്നോടി. എന്നിപ്പോ അവിടെ പോടു. അച്ഛൻ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ബൈക്കുമേ? അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിട്ടാ. ആമിക്കുട്ടിക്ക് ഇടക്കണ്ണിട്ട് നോക്കണുണ്ടോ എന്നൊരു സംശയമുണ്ട്. നോക്ക ആമിയോ, അതായത് ആമിയോ ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ഞങ്ങള് മനസ്സിലാക്കിയത് ആ വീഡിയോ അവസാനിപ്പിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അത്യാവശ്യം നാട്ടിൽ നല്ല മഴയുണ്ട്. എനിക്ക് ആകെ കൂടി ഭയങ്കര തോന്നിയത് റോഡിലെ കുഴി, ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാൻ. അവിടെ വണ്ടി ഓടിച്ച് ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നന്നായി ഫീൽ ചെയ്തു. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴും രേവരുടെ വീട്ടിൽ പോയപ്പോഴൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഇങ്ങനെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. Until then we are signing off. Bye bye.